സോ ഇന്ന് നമ്മൾ ഒരു എലക്റ്റീവ് പേപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 5 യൂണിറ്റ്സ് ആണ് ഈ ഒരു എൻ്റെ സബ്ജക്റ്റിലുള്ളത്. ഇതെല്ലാം കൂടി ഒരു വീഡിയോ അല്ല 1 വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ മാക്സിമം യൂണിറ്റ്സ് ഇതിൽ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ കവർ ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, definitions, aims, objectives, അതുപോലെ തന്നെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, ഫിറ്റ്നസ് ബാലൻസ്. ഇപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് നോക്കാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബോഡി ത്രൂ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ശാരീരികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു സ്പോർട്സ് ഓർ ഗെയിംസ്. സ്പോർട്സോ ഗെയിംസോ മാത്രമല്ല അതിൽ. അത് ഇറ്റ്സ് എ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. സയൻറ്റിഫിക്കും സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ള പ്രോസസ്സാണ് ഇവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓവറോൾ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ മോഡേൺ എഡ്യൂക്കേഷനിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഇവിടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനോടൊപ്പം തന്നെ മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീങ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ജെബി നാഷ് ഫിസിക്കൽ എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തത് ദാറ്റ് ഫേസ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഡീൽസ് വിത്ത് ബിഗ് മസിൽ ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ റിലേറ്റഡ് റെസ്പോൺസസ്. അപ്പോൾ ഇവിടെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ടു മൂവ്മെൻറ്റ് ആൻഡ് മസ്കുലർ ആക്ടിവിറ്റി ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. യുനെസ്കോ പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടോട്ടൽ എഡ്യൂക്കേഷൻ വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീങ് എന്നുള്ളതാണ്. അപ്പോൾ PE എന്താണ്? ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ ടൂളാണ്. ഇതിന് ഈ എല്ലാ ഡെഫിനേഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ത്രൂ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്, ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്, അതുപോലെ തന്നെ ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് സോഷ്യൽ എഫിഷ്യൻസി നേടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇനി എയിംസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ എയിംസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരുപാട് വളരെ വിപുലമായിട്ടുള്ള ഗോൾസ് തന്നെ ഉണ്ട്, ബ്രോഡ് ഗോൾസ് തന്നെ അതിനുണ്ട്. അതിൻ്റെ സെൻട്രൽ എയിം എന്താണ്? ഓൾ റൗണ്ട് അല്ലെങ്കിൽ ദ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ മേജർ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ മേജർ എയിം അല്ലെങ്കിൽ പ്രൈമറി എയിം എന്തുതന്നെയാണ്? ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് ആണ്. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഹെൽത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ബോഡി ഗെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബോഡി കോമ്പോസിഷനെ ഇംപ്രൂവ് ചെയ്യുക. അടുത്തത് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ബെറ്റർ കോൺസെൻട്രേഷൻ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇംപ്രൂവ്ഡ് മെമ്മറി. അടുത്തത് ഇമോഷണൽ ബാലൻസ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമ്മുടെ ഇമോഷൻസിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി, ആങ്കർ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഇമോഷണൽ സ്റ്റെബിലിറ്റിയും സെൽഫ് കോൺഫിഡൻസും അത് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഗെയിംസിലൂടെയും സ്പോർട്സിലൂടെയും ഇൻഡിവിജ്വൽസിന് കോപ്പറേഷൻ, ടീം സ്പിരിറ്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ക്യാരക്ടർ ബിൽഡിംഗ്. ഇതിലൂടെ നമുക്ക് ഡിസിപ്ലിൻ, ഓണസ്റ്റി, ഫെയർ പ്ലേ അല്ലെങ്കിൽ സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് മെഷറബിൾ ഔട്ട്കംസ് ആണല്ലേ. അപ്പോൾ അത് നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലൂടെ നേടാൻ പറ്റുന്ന സ്പെസിഫിക് മെഷറബിൾ ഔട്ട്കംസ്. അപ്പോൾ ആദ്യത്തേത് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. നമ്മുടെ മസ്കുലർ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ് എൻഹാൻസ് ചെയ്യുക, പോസ്ചർ ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുക, ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. അടുത്തത് സ്കിൽ ഡെവലപ്മെൻറ്റ്. മോട്ടോർ സ്കിൽസ് ആയിട്ടുള്ള റണ്ണിങ്, ജമ്പിങ്, ത്രോയിങ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക, സ്പോർട്സ് സ്പെസിഫിക് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, എജിലിറ്റി ആൻഡ് ബാലൻസിനെ എൻഹാൻസ് ചെയ്യുക. എജിലിറ്റി എന്ന് പറഞ്ഞാൽ ക്വിക്നെസ് ഓർ അലേർട്ട്നെസ് എന്നൊക്കെയാണ് അർത്ഥം. മെൻ്റൽ ഡെവലപ്മെൻറ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ഫോക്കസിനെയും അലേർട്ട്നെസ്സിനെയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ടീച്ചേഴ്സ് ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഒക്കെ വരുന്നുണ്ട്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെവലപ്പ് റിസീലിയൻസ് എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാനുള്ളൊരു ശക്തി അതിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മോറൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെൻറ്റിലാണ് വാല്യൂസ് ലൈക്ക് ഫെയർനെസ്, റെസ്പെക്ട് ആൻഡ് ഇൻറ്റഗ്രിറ്റി അതുപോലെ തന്നെ റൂൾസും ഡിസിപ്ലിനും ഒക്കെ ഫോളോ ചെയ്യുന്നതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ? ഇപ്പോൾ ഇന്നത്തെ ഒരു ലോകത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മുൻപത്തേക്കാൾ കൂടുതൽ
പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽസിൽ ചേഞ്ചസ് വരുന്നുണ്ട്, ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, അതുപോലെ തന്നെയാണ് ഹെൽത്ത് റിസ്ക്കും വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആണ്. ഇപ്പോൾ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒബീസിറ്റി, അതായത് അമിതവണ്ണം, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമുക്ക് സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെയും പിന്നെ നമ്മുടെ മൂഡ് എൻഹാൻസ്മെൻറ്റിനും ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ആണ്. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്കിൽസ്. ഇപ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടീം വർക്ക്, കോപ്പറേഷനൊക്കെ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അടുത്തത് അക്കാദമിക് എൻഹാൻസ്മെൻറ്റ്. ഇതിൽ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പറ്റിയ കോൺസെൻട്രേഷൻ ഉണ്ട്, അക്കാദമിക്കലിയും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ക്ലാസ് റൂം ബിഹേവിയറും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ത് എൻകറേജ് ചെയ്യുന്നു? റെഗുലർ എക്സസൈസ് ഹാബിറ്റ്സ്, ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആൻഡ് അവയർനെസ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. പിന്നീട് വരുന്നതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇവിടെ കോൺഫിഡൻസ് ബിൽഡിംഗ് ഉണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ റീക്രിയേഷൻ ആൻഡ് സ്ട്രെസ് റിലീഫ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് എൻജോയ്മെൻറ്റ് തരുന്നുണ്ട്, റിലാക്സേഷൻ തരുന്നുണ്ട്, അതുപോലെ തന്നെ റിലീഫ് ഫ്രം ഡെയിലി സ്ട്രെസ് തരുന്നുണ്ട്. ഇനി വാട്ട് ഈസ് എ റോൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻ മോഡേൺ സൊസൈറ്റി? അപ്പോൾ മോഡേൺ സൊസൈറ്റി ഹാസ് മോഡേൺ പ്രോബ്ലംസ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു റോളാണ് ഇവിടെ ഇത്തരത്തിലുള്ള മോഡേൺ ചലഞ്ചസ് അഡ്രസ്സ് ചെയ്യുന്നതിൽ പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മോഡേൺ ചലഞ്ചസ് എന്തൊക്കെയാണ്? സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അത് വളരെ മടി പിടിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇൻക്രീസ്ഡ് സ്ക്രീൻ ടൈം, അതുപോലെ തന്നെ റൈസിങ് ഹെൽത്ത് ഇഷ്യൂസ് എമംഗ് യൂത്ത്. യുവജനങ്ങളുടെ ഇടയിൽ പോലും ഹെൽത്ത് ഇഷ്യൂസ് വളരെ കൂടുതലാണ്. നമുക്കറിയാമല്ലേ, 30 വയസ്സും 25 വയസ്സുള്ള ആളുകൾ വരെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഹെൽത്തി സിറ്റിസൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്ലേയിങ് ഗെയിംസ് ഓർ എക്സസൈസ് ചെയ്യുക, ഗെയിം പ്ലേ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ്. ഇതൊരു ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഇതിനുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ബിൽഡിങ് എ ഹെൽത്തി സൊസൈറ്റി ബൈ ഇംപ്രൂവിങ് ഫിസിക്കൽ ഫിറ്റ്നസ്, മെൻ്റൽ വെൽബീങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് സോഷ്യൽ ഹാർമണി. ഇപ്പോൾ മോഡേൺ വേൾഡിൽ നമുക്കറിയാം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മുടെ മായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസീസസും സ്ട്രെസ്സും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചോയ്സ് എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഇന്നത് വളരെയധികം ആവശ്യമായിട്ട് ഇരിക്കുകയാണ്. അടുത്തതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, ഫിറ്റ്നസ് ബാലൻസ്. ഇത് നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കോർ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്താണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഒരു അസുഖവും ഇല്ലാത്തൊരവസ്ഥയാണോ? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ്? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് വെൽബീങ്. എല്ലാ അർത്ഥത്തിലും വി ആർ ഗുഡ്, വി ആർ ഹെൽത്തി എന്നുള്ളൊരവസ്ഥയാണ് ഹെൽത്ത് എന്ന് നമുക്ക് പറയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. അസുഖമില്ലാത്തൊരവസ്ഥയല്ല, കംപ്ലീറ്റ്ലി നമ്മൾ ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി ഒക്കെ ഓക്കെ ആയിട്ടുള്ള വി ആർ വെൽ എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയും. ഇനി ഹെൽത്തിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, അത് നമ്മുടെ ബോഡി സിസ്റ്റംസ് ഒക്കെ പ്രോപ്പർ ഫങ്ഷനിങ് ആണ്. മെൻ്റൽ ഹെൽത്ത്, നമുക്ക് we have the ability to think clearly and handle stress. നമുക്ക് കറക്റ്റായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നുണ്ട്, സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ഇമോഷണൽ ഹെൽത്ത്, നമ്മുടെ ഫീലിങ്സിനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പിരിച്വൽ ഹെൽത്ത്, ഒരു സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് വാല്യൂസ് നമുക്കുണ്ട്. അപ്പോൾ ട്രൂ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഡയമെൻഷൻസിനും ഒരു ബാലൻസ്, ഏതെങ്കിലും ഒന്ന് കൂടുതലോ കുറവല്ലാതെ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകുന്നൊരവസ്ഥയാണ് നമുക്ക് ഒരാൾക്ക് ട്രൂ ഹെൽത്ത് ആണ് അല്ലെങ്കിൽ ട്രൂലി ഈസ് ഹെൽത്തി എന്ന് പറയാനായിട്ട് പറ്റും. ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്താണ്? പ്രൊവൈഡിങ് നോളേജ് ആൻഡ് അവയർനെസ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദിയർ ഹെൽത്ത്. ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അതിനുള്ള അറിവ് പകരുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്യുക,
ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യുക, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക അബൌട്ട് ഹൈജീൻ ആൻഡ് ന്യൂട്രീഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റി എൻകറേജ് ചെയ്യുക, ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഡിസീസ് പ്രിവെൻഷൻ, അതായത് നമ്മൾ ഈ ഹൈജീൻ, സാനിറ്റേഷൻ, വാക്സിനേഷനെ കുറിച്ചൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത്, പ്രൊമോട്ട്സ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, റെഗുലർ എക്സസൈസ്, പ്രോപ്പർ സ്ലീപ്പ്, ഇതൊക്കെ എൻകറേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാംഫുൾ ഹാബിറ്റ്സ് ആയിട്ടുള്ള സ്മോക്കിംഗ്, ആൽക്കഹോൾ ഡ്രിങ്കിങ്, ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹെൽത്തി ഇൻഡിവിജ്വൽസ് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ അവർക്ക് കൂടുതലായിരിക്കും. അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ഹെൽത്ത് റിസ്കിനെ കുറിച്ചും അതിനുള്ള സൊല്യൂഷൻസിനെ കുറിച്ചും ആളുകളെ ഇൻഫോം ചെയ്യുക, ബെറ്റർ ഹെൽത്ത് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുക. റെഡ്യൂസസ് ഹെൽത്ത് കെയർ കോസ്റ്റസ്, അതായത് നമുക്ക് അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നതും അതിന് നമുക്ക് ഒരുപാട് പൈസ ചിലവാകുന്നതും. അപ്പോൾ ഈ ഹെൽത്തിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഇതിനെക്കുറിച്ച് അവെയർ ചെയ്ത് ഒരു അസുഖം വരാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റിനേക്കാളും എത്രയോ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഹോസ്പിറ്റൽസിലും ഫാമിലീസിലൊക്കെ ഈ ഒരുപാട് രോഗികൾ ഉണ്ടാവുന്നത് കൊണ്ടുള്ള ആ ഒരു ബേർഡനെ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അപ്പം നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് ഫറ്റീഗ്. അതായത് ക്ഷീണമൊന്നും കൂടാതെ തന്നെ ഒരു ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാനുള്ള, നമ്മുടെ ബോഡിക്ക് ചെയ്യാനുള്ള ഒരു കഴിവ്, ക്ഷീണമില്ലാതെ വിഷമമില്ലാതെ ഒരു ദിവസം നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം ചെയ്യാനുള്ള നമ്മുടെ ബോഡീൻ്റെ ഒരു കഴിവിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് പല കോമ്പണൻസ് ഉണ്ട്. ഒന്ന്, ഫിസിക്കൽ സ്ട്രെങ്ത്, അത് നമ്മുടെ മസിൽസിന് എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തത്, എൻഡ്യൂറൻസ്, ഒരു ആക്ടിവിറ്റി നമുക്ക് എത്ര നേരം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫ്ലെക്സിബിലിറ്റി, റേഞ്ച് ഓഫ് മോഷൻസ് ഓഫ് ചോയ്സ്, നമ്മുടെ കൈകാലുകൾ നിവരുക, അതിൻ്റെയൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റിനെയാണ് അതിനാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സ്പീഡ്, പെട്ടെന്ന് ചെയ്യാനുള്ള കഴിവ്. എജിലിറ്റി, പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ്. ബാലൻസ്, ബോഡി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്. ഇപ്പം നമ്മൾ കണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്നുള്ളതാണ്. ഇനി ഫിസിക്കൽ വെൽനെസ് എന്നാണ്. അപ്പോൾ വെൽനെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതൊരു കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം ഇതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലയിടത്തും വെൽനസ് ജിംസ് ആണ് ഓപ്പൺ ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ വെൽനസ് സെൻറ്റേഴ്സ് ആണ് ഓപ്പൺ ചെയ്തു വരുന്നത്. കാരണം അവർ ജസ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് വെൽനസ് ആണ്. പക്ഷെ വെൽനസ് ഇസ് എ കംപ്ലീറ്റ് വെൽബീങ്, അതായത് വെൽനസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസിനോടൊപ്പം മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീങ്ങും കൂടെ കൈകാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ വെൽനസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയമെൻഷൻസിൽ വരുന്നതാണ് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് എൻവയോൺമെൻറ്റൽ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇവിടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ബോഡി എബിലിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. വെൽനസ് ഓവറോൾ ലൈഫ് ക്വാളിറ്റിയിലാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സ്ട്രെങ്ത്തിലും എൻഡ്യൂറൻസിലുമാണെങ്കിൽ വെൽനസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിലാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് എ പാർട്ട് ഓഫ് വെൽനസ്. പക്ഷേ വെൽനസ് എന്താണ്? ദാറ്റ്സ് എ കംപ്ലീറ്റ് കോൺസെപ്റ്റ്. അടുത്ത ടോപ്പിക്കാണ് ഫിറ്റ്നസ് ബാലൻസ്. ഫിറ്റ്നസ് ബാലൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ കോമ്പണൻസ് ഓഫ് ഫിറ്റ്നസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രമല്ല അതിൻ്റെ ഫോക്കസ്, എല്ലാ ഫിറ്റ്നസിൻ്റെ എല്ലാ കോമ്പണൻസിനെയും അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഫിറ്റ്നസ് ബാലൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി ഇപ്പം മസിൽ ബിൽഡിങ്ങിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവിടെ ഫ്ലെക്സിബിലിറ്റിയോ അല്ലെങ്കിൽ എൻഡ്യൂറൻസിനെയോ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താവും? ഇംബാലൻസിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫിറ്റ്നസ് ബാലൻസിൻ്റെ കീ എലമെൻറ്റ്സ്? അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് റുട്ടീൻ ഉണ്ടായിരിക്കുക. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിലെ ഓരോ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിലൂടെയാണ് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത്. കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക, ഫ്ലെക്സിബിലിറ്റി ട്രെയിൻ ചെയ്യാൽ, അതായത് സ്ട്രെച്ചിങ്, യോഗ, ഇതൊക്കെ ചെയ്യാം. അടുത്തതാണ് പ്രോപ്പർ ന്യൂട്രീഷൻ. ഇപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. പ്രോട്ടീൻസ് വേണം, കാബ്സ് വേണം, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം നമ്മുടെ ഡയറ്റിൽ വേണം. അഡ്വക്കേറ്റ് റെസ്റ്റ് ആൻഡ് റിക്കവറി. ഇപ്പോൾ നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ആൾക്ക് എന്ത് വേണം? നല്ലൊരു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് വേണം. 6 to 8 hours എന്തായാലും ഉറങ്ങിയിരിക്കണം. മസിൽ റിക്കവറി ടൈം കൊടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ നോക്കുകയാണെങ്കിലും ഒരു 7 days വർക്കിംഗ് ആയിരിക്കില്ല. മിക്ക ജിമ്മുകളും 6 days ആയിരിക്കും ഒരു വീക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണ്? കാരണം ഒരു 1 day എന്തിനുള്ളതായിരിക്കണം? റിക്കവറി ടൈമിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്.
പിന്നെ മെൻ്റൽ ബാലൻസ് വേണം, സ്ട്രെസ് മാനേജ്മെൻറ്റ് വേണം, റിലാക്സേഷൻ ടെക്നിക്സ് വേണം. ഇനി ഫിറ്റ്നസ് ബാലൻസിന് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യും, ഓവറോൾ പെർഫോമൻസിന് ഇമ്പ്രൂവ് ചെയ്യും, ലോങ് ടേം ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും, ബോഡി കോർഡിനേഷനെ എൻഹാൻസ് ചെയ്യും, മെൻ്റൽ വെൽബീങ്ങിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റാണ്. അതിൽ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് വരുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ ക്രിയേറ്റിംഗ് അവയർനെസ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ എസെൻഷ്യലാണ് ഫോർ ഡെയിലി ഫങ്ഷനിങ്. അതോടൊപ്പം തന്നെ വെൽനെസ് എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, നമുക്ക് ലൈഫിൽ വി ആർ സാറ്റിസ്ഫൈഡ് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. ഫിറ്റ്നസ് ബാലൻസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ യൂണിറ്റ് 1 വളരെ ചുരുങ്ങിയ പോയിൻറ്റ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള പോയിൻറ്റ്സും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി യു ഷുഡ് ഡു ദാറ്റ്. അടുത്തത് യൂണിറ്റ് 2 ആണ്. ഇവിടെ ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസസ്, വാട്ട് ഇസ് ദ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഫിറ്റ്നസ്, ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, ആക്ടിവിറ്റീസ് ഓഫ് ഡെവലപ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്, പ്രിൻസിപ്പിൾ ഓഫ് എക്സസൈസസ്, ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ് ആൻഡ് heart rate zones, aerobic and anaerobic activities, leisure play and recreation, warm up and cool down. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് എയറോബിക് ആൻഡ് അനറോബിക് ആക്ടിവിറ്റീസ് ആണ്. ഈവൻ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലും ദർ വാസ് 1 പേപ്പർ സ്കൂൾ ഓർഗനൈസേഷൻ, അതിലും 2 യൂണിറ്റ്സ് ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിലെ ടോപ്പിക്സ് ഓൾമോസ്റ്റ് ഇവിടെ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് അനറോബിക് ആക്ടിവിറ്റി, ഗീവ് 2 എക്സാമ്പിൾസ് എന്നുള്ളത്. അതും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം നോക്കാം, വാട്ട് ഈസ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ്, ഫിസിക്കൽ ഫിറ്റ്നസ്, ഇത് മൂന്നും ക്ലോസ്ലി റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഈ 3 ടേം കേൾക്കുമ്പോഴും നമുക്ക് തോന്നും ഓക്കെ അത് സെയിം അല്ലേ എന്ന് തോന്നും. പക്ഷേ ദേ ആർ നോട്ട് ഐഡൻറ്റിറ്റിക്കൽ, വിച്ച് മീൻസ് ദേ ആർ നോട്ട് സെയിം. ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് റോളുണ്ട് ഇൻ മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ എസെൻഷ്യലാണ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് any bodily movement produced by skeletal muscles that requires energy expenditure. അതായത് ബോഡി മൂവ്മെൻറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നമ്മുടെ സ്കെൽറ്റൽ മസിൽസ് എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ബോഡി മൂവ്മെൻറ്റിനും നമുക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് പറയാം. ഇതിൽ എല്ലാ ഫോംസ് ഓഫ് മൂവ്മെൻറ്റും ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി പലതും ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ സ്ട്രെച്ചേർഡ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ അൺസ്ട്രെച്ചേർഡ് ആയിട്ടായിരിക്കാം. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് സ്പോർട്സിലോ ജിം വർക്കൗട്ട്സോ മാത്രമല്ല. ഇപ്പോൾ നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ആയിരിക്കാം, നമ്മൾ വാക്കിംഗ് ടു സ്കൂൾ ഓർ വർക്ക്, ക്ലൈംബിങ് സ്റ്റെയർസ്, ഡൂയിങ് ഹൗസ് ഹോൾഡ് ഹോൾസ്, ഗാർഡനിങ്, പ്ലേയിങ് ഇൻഫോർമൽ ഗെയിംസ്. ഇതൊക്കെ എന്തുതന്നെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ നടക്കുന്നത്, വെള്ളം നനയ്ക്കുന്നത്, ഇൻഫോർമൽ ആയിട്ടുള്ള ഗെയിംസ് കളിക്കുന്നത്, ഗാർഡനിങ്, ഇതെല്ലാം എന്തുതന്നെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ സ്കെൽറ്റൽ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ആവശ്യമാണ്, നമുക്കതിന് എനർജിയും ആവശ്യമാണ്. അപ്പോൾ എല്ലാ സ്മോൾ മൂവ്മെൻറ്റ്സും ലൈക്ക് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് എണീച്ച് നിൽക്കുകയാണ്, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സിറ്റിംഗ്, ഇതെല്ലാം എന്തുതന്നെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ കാർഡിയോ വസ്കുലർ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ബോഡി വെയ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമ്മുടെ മസിൽ സ്ട്രെങ്ത്തിനെ എൻഹാൻസ് ചെയ്യും, അതുപോലെ തന്നെ ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസിൻ്റെ ഒക്കെ സാധ്യതകളെ കുറയ്ക്കും. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിരിക്കണം ഫിസിക്കൽ ആക്ടിവിറ്റി. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. അടുത്തത് എക്സസൈസ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. അത് പ്ലാൻഡ് ആണ്, സ്ട്രക്ചേർഡ് ആണ്, റിപ്പിറ്റേറ്റീവ് ആണ്, പർപ്പസ്ഫുൾ ആണ്. നമ്മൾ പർപ്പസ്ഫുള്ളി എല്ലാ ദിവസവും എന്ന പോലെ പ്ലാൻ ചെയ്ത് ഒരു പ്രത്യേക സ്ട്രക്ചറിൻ്റെ ഓർഡറിൽ ഫോളോ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഗോൾ മുന്നിൽ കണ്ടിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ എക്സസൈസിന് എക്സാമ്പിൾസ് ആണ് എന്ത്, ജോഗിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, വെയ്റ്റ് ട്രെയിനിങ്, യോഗ ആൻഡ് എയറോബിക്സ്. അപ്പം മറ്റ് ജനറൽ ഫിസിക്കൽ ആക്ടിവിറ്റിയെ പോലെ എക്സസൈസിന് ഒരു റുട്ടീൻ ഉണ്ടാവാം. ഓരോ വ്യക്തിയുടെയും ഫിറ്റ്നസ് ലെവലും ഗോൾസും അനുസരിച്ചിട്ടായിരിക്കാം ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് നമ്മുടെ പല സ്പെസിഫിക് കോമ്പണൻസ് ഓഫ് ഫിറ്റ്നസിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്പീഡ്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് എക്സസൈസിന് പ്ലേ ചെയ്യാനായിട്ട് പറ്റും ഇൻ സ്ട്രെസ് റിഡക്ഷൻ, മെൻ്റൽ റിലാക്സേഷൻ, ഇംപ്രൂവിങ് സ്ലീപ്പ് ക്വാളിറ്റി. അപ്പോൾ എക്സസൈസും കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആൻഡ് എഫക്റ്റീവ് വേ ആണ് ടു അച്ചീവ് ഫിറ്റ്നസ്. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ്.
പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടൊരു ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി വിത്തൗട്ട് അൻഡ്യൂ ഫറ്റീഗ്. ക്ഷീണമൊന്നുമില്ലാതെ അവനവൻ്റെ ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ്. വൈൽ സ്റ്റിൽ ഹാവിങ് ഇനഫ് എനർജി ടു എൻജോയ് ലേഷർ ആക്ടിവിറ്റീസ് ആൻഡ് ഹാൻഡിൽ എമർജൻസീസ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് എനർജി ഇനിയും ഉണ്ടായിരിക്കണം. എന്തിനാണ്? ടു ഡു ദ ലേഷർ ആക്ടിവിറ്റീസ്, ഫ്രീ ടൈമിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള എനർജിയും കൂടെ അവരിൽ ബാക്കി ഉണ്ടാവണം. ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു ഓവറോൾ കണ്ടീഷൻ ഓഫ് ദി ബോഡി ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് വേരിയസ് സിസ്റ്റംസ് ആണ്. ഇവിടെ മസ്കുലാർ സിസ്റ്റം ഉണ്ട്, കാർഡിയോവസ്കുലാർ സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. ഒരു ഫിസിക്കലി ഫിറ്റ് പേഴ്സൺ എങ്ങനെ വർക്ക് ചെയ്യണം? പ്രൊഡക്റ്റീവ്ലി വർക്ക് ചെയ്യണം, ആക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സർഷനിൽ നിന്നും പെട്ടെന്ന് തന്നെ റിലീവ് ചെയ്യാനായിട്ട് പറ്റണം. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സസൈസും ഉണ്ടെങ്കിൽ മാത്രമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മറ്റ് പല ഫാക്ടേഴ്സും ഇത് കൂടാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷൻ, റെസ്റ്റ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ജെനറ്റിക്സ്. നമുക്ക് എന്താണ് ഫിറ്റ്നസ്, അതിൻ്റെ മീനിങ് ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഹെൽത്തി, സ്ട്രോങ് ആൻഡ് കാപ്പബിൾ ഓഫ് പെർഫോമിങ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ടാസ്ക് എഫക്റ്റീവ്ലി. ഇതൊരു കോംപ്രിഹെൻസീവ് കോൺസെപ്റ്റാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഫിസിക്കൽ മെൻ്റൽ ചലഞ്ചസ് വരുമ്പോൾ അതിനോട് ഒത്തു പോകാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫിറ്റ്നസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മസ്കുലർ ബോഡി ഉണ്ടായിരിക്കുക, അത്ലറ്റിക് അബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല. അതിൽ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഇമോഷണൽ ബാലൻസ് ഉണ്ട്, ഓവറോൾ വെൽബീയിങ് ഉണ്ട്. ഇനി ഡെഫിനിഷൻസ് ഓഫ് ഫിറ്റ്നസ്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്, ഫിറ്റ്നസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എബിലിറ്റി ഓഫ് ദ ബോഡി ടു പെർഫോം ഫിസിക്കൽ വർക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് സാറ്റിസ്ഫാക്ടറിലി. ആൻഡ് ഈ ഡെഫിനിഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റിയാണ്, വിച്ച് മീൻസ് വാട്ട് എ പേഴ്സൺ ക്യാൻ ഡു, ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ കണ്ടീഷൻ, ഇതൊരു അവസ്ഥയും കൂടിയാണ്, ദാറ്റ് ഓഫ് ദ ബോഡി ആൻഡ് ദി മൈൻഡ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഫിറ്റ്നസ്സസ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റാണ്. അതിൽ ലൈഫിലെ സെവറൽ ആസ്പെക്ട്സ് ഉണ്ട്. ഇതൊരു ഫിസിക്കൽ സ്ട്രെങ്ത്തിലേക്കോ അത്ലറ്റിക് എബിലിറ്റിയിലേക്കോ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. ഇതിൽ മേജർ ടൈപ്സ് ഓഫ് ഫിറ്റ്നസ് ആണ് മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ആൻഡ് ഫിനാൻഷ്യൽ ഫിറ്റ്നസ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ കണ്ടു, ദ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ് സിസ്റ്റമാണ്. ആൻഡ് ഓൾസോ ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ഡെയിലി ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറ്റുക വിത്ത് ഈസ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക, ആൻഡ് വിത്തൗട്ട് ഫാറ്റീഗ്, ക്ഷീണമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുക. ഇതിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. മസ്കുലർ സ്ട്രെങ്ത്, എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, ബാലൻസ്, കോർഡിനേഷൻ. ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ പ്രിവെൻറ്റിങ് ഡിസീസസ്. രോഗങ്ങൾ വരാൻ നോക്കുക, ബോഡി പോസ്ചർ ഇംപ്രൂവ് ചെയ്യുക, എനർജി ലെവൽസ് എൻഹാൻസ് ചെയ്യുക, ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇതിന് അച്ചീവ് ചെയ്യണമെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ വേണം, ആവശ്യത്തിന് റെസ്റ്റ് വേണം, റെഗുലർ എക്സസൈസ് വേണം. അടുത്തതാണ് മെൻ്റൽ ഫിറ്റ്നസ്. മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു തിങ്ക് ക്ലിയർലി, മേക്ക് സൗണ്ട് ഡിസിഷൻസ്, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് എഫക്റ്റീവ്ലി കോപ്പ് വിത്ത് സ്ട്രെസ് ആൻഡ് ചലഞ്ചസ്. മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുക, ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുക, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുക, ഫോക്കസ്ഡ് ആയിരിക്കാൻ പറ്റുക, സ്ട്രെസ്സും ചലഞ്ചസും ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഒരു മെൻ്റലി ഫിറ്റ് പേഴ്സണ് അയാൾക്ക് കിട്ടുന്ന പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇമോഷണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ചേഞ്ചിങ് സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. മെൻ്റൽ ഫിറ്റ്നസ്സിൽ പല ക്വാളിറ്റീസും ഉണ്ട്. കോൺസെൻട്രേഷൻ ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്, ഇമോഷണൽ കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല ആക്ടിവിറ്റീസും ഉണ്ട്. മെഡിറ്റേഷൻ ചെയ്യാം, റീഡിങ് ചെയ്യാം, പ്രോബ്ലം സോൾവിങ് ചെയ്യാം, സോഷ്യൽ ഇൻട്രാക്ഷൻ ചെയ്യാം, സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ചെയ്യാം. മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്സിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടു ലീഡ് എ ബാലൻസ്ഡ് ലൈഫ്. അടുത്തത് സ്പിരിച്വൽ ഫിറ്റ്നസ്. ഈ സ്പിരിച്വൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇന്നർ പീസ്, മോറൽ വാല്യൂസ് ആൻഡ് എ സെൻസ് ഓഫ് പർപ്പസ് ഇൻ ലൈഫ്. നമ്മുടെ സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ നമുക്കൊരു എയിം ഉണ്ടായിരിക്കുക, ഒരു സെൻസ് ഓഫ് പർപ്പസ്, എൻ്റെ ജീവിതം കൊണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഒരു എത്തിക്കൽ ബിഹേവിയർ, മോറൽ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കൊരു ഹയർ പർപ്പസ് ഉണ്ട് ലൈഫിൽ എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ സ്പിരിച്വൽ ഫിറ്റ്നസ് എന്ന് പറയുന്നതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് വി ഹാവ് ടു ഫോളോ പർട്ടിക്കുലർ റിലീജിയൻ. ഏതെങ്കിലും ഒരു റിലീജിയൻ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് അർത്ഥം അതിന് ഇല്ല.
അപ്പോൾ ഇത് പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ളതാണ്, സെൽഫ് അവയർനെസ്സിനെ കുറിച്ചിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഇന്നർ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് സ്വയം ഒരു തൃപ്തി ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസസ് ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ് മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ് ആൻഡ് റിഫ്ലക്ഷൻ. ഇതെല്ലാം സ്പിരിച്വൽ ഫിറ്റ്നസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് കാമായിരിക്കാൻ പറ്റും, ഫോക്കസ്ഡ് ആവാം, മെൻ്റലി സ്ട്രോങ് ആവാം, അല്ലെങ്കിൽ മോറലി സ്ട്രോങ് ആവാം, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അടുത്തത് ഫിനാൻഷ്യൽ ഫിറ്റ്നസ് ആണ്. എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന് നമുക്ക് പ്രോപ്പർ പ്ലാനിങ് വേണം, ബഡ്ജറ്റിംഗ് വേണം, സേവിങ് വേണം, അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ഫിനാൻഷ്യലി ഫിറ്റ് ആയിട്ടുള്ള പേഴ്സണ് അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റും, ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പിന്നെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാകും വിത്തൗട്ട് സ്ട്രെസ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫിറ്റ്നസ് നമ്മുടെ ആങ്സൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യും റിലേറ്റഡ് ടു മണി, നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ പല ഹാബിറ്റ്സും ഉണ്ട്. ഇത് റെഗുലറായിട്ട് നമ്മൾ മണി സേവ് ചെയ്യുക, അൺനെസസറി എക്സ്പെൻസസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഫിസിക്കൽ എക്സസൈസ്, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് കോൺസെപ്റ്റ്സ് ആണ്. ഇതെല്ലാം നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ബോഡി മൂവ്മെൻറ്റ്സും ഉണ്ട്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചഡ് ആൻഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് എഫേർട്ടിൻ്റെ ഔട്ട്കമാണ്. അപ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്നതിൽ ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല, അതിൽ മെൻ്റൽ, സ്പിരിച്വൽ ആൻഡ് ഫിനാൻഷ്യൽ വെൽബീയിങ്ങും വരും. അപ്പോൾ ഒരു ബാലൻസ് ഈ എല്ലാ ഏരിയസിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഹെൽത്തി, പ്രൊഡക്റ്റീവ് ആൻഡ് സാറ്റിസ്ഫൈങ് ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തത് ടൈപ്സ്, കോമ്പണൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കാം. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റാണ്. ഇത് ഫോക്കസ് ചെയ്യുന്ന എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു പെർഫോം ഡെയിലി ടാസ്ക് എഫിഷ്യൻ്റ്ലി ആണ് വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഓവറോൾ ഹെൽത്ത് ആണ്. അതിൽ ഡെയിലി ടാസ്കുകൾ ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുക, ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല, ഇതിൽ പല ടൈപ്സ് ഉണ്ട്. ആ പല ടൈപ്പിനും ഡിഫറെൻറ്റ് പർപ്പസസ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ്, സ്കിൽ റിലേറ്റഡ് ഫിറ്റ്നസ് ആൻഡ് പെർഫോമൻസ് റിലേറ്റഡ് ഫിറ്റ്നസ്. ഈ ഓരോ ടൈപ്പും യുണീക്ക് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആദ്യം ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് എന്ന് നോക്കാം. അപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസീസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, പിന്നെ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ബോഡി സിസ്റ്റംസ്. ഇത് വളരെ എസെൻഷ്യലാണ് എല്ലാ ഇൻഡിവിജ്വലിനും, ഒരു സ്പോർട്സിലാണെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഫിറ്റ്നസ് ആണ് ഒരാളെ അവരുടെ ഡെയിലി അല്ലെങ്കിൽ റുട്ടീൻ ആക്ടിവിറ്റീസ് ലൈക്ക് വാക്കിംഗ്, ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സ്, ക്ലൈമ്പിങ്, എന്താ പറയുക, സ്റ്റെയറൊക്കെ കയറുക, ഡെയിലി വർക്കൗട്ടൊക്കെ, ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ക്ഷീണമോ ഡിസ്കംഫർട്ടോ ഇല്ലാതെ ഇതൊക്കെ ചെയ്യാനുള്ളൊരു കഴിവ്. അത് അവരുടെ വൈറ്റൽ ഓർഗൻസിൻ്റെ എഫിഷ്യൻസിയെയും എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഹാർട്ട്, ലങ്സ്, മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ്. ഇപ്പോൾ മോഡേൺ വേൾഡിൽ നമുക്കറിയാം വളരെ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ മടി പിടിച്ചൊരു ജീവിത സാഹചര്യങ്ങളിലൂടെയും അധികം നമുക്ക് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഒന്നും വേണ്ടാത്തൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ടും ഈ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടും വളരെ കോമൺ ആണ് എന്ത് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് വളരെ ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻ്റ് ആയി വരികയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള ഒബിസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ലോങ്ങിവിറ്റി ആൻഡ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫിലേക്കും ഇത് കോൺട്രിബ്യൂട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് ഏജിൽ ഇൻഡിപെൻഡൻ്റ് ആവാനും പറ്റും. അടുത്തതാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇപ്പോൾ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്കിൽസ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ചെയ്യാനുള്ള എബിലിറ്റി. അത് സ്പോർട്സിലും ഗെയിംസിലാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അത്ലീറ്റ്സിനും സ്പോർട്സ് പേഴ്സൺസിനും ഇൻഡിവിജ്വൽസ് ആർ എൻഗേജ്ഡ് ഇൻ കോമ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസിലുമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വേണ്ടതെന്ന് പറയുന്നത് സ്പീഡ്, എജിലിറ്റി വിച്ച് മീൻസ് ബാലൻസ് വൈൽ ചേഞ്ചിങ് ദ ഡയറക്ഷൻ, കോർഡിനേഷൻ, പവർ, റിയാക്ഷൻ ടൈം, ഇതൊക്കെയാണ്. ഈ കോമ്പണൻസ് ആണ് ആളുടെ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് ക്വിക്കായിട്ടും അക്യുറേറ്റ് ആയിട്ടും വിത്ത് പ്രിസിഷൻ, അത് കറക്റ്റായിട്ട് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്രിക്കറ്ററിന് ഹാൻഡ് ഐ കോർഡിനേഷൻ വേണം, റിയാക്ഷൻ ടൈം വേണം, ഫുട്ബോളറിനാണെങ്കിൽ എജിലിറ്റി ആൻഡ് സ്പീഡ് വേണം, ഒരു ജിംനാസ്റ്റിനാണെങ്കിൽ എക്സലൻറ്റ് ബാലൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി വേണം. അപ്പോൾ ഈ സ്കിൽ റിലേറ്റഡ് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അവർക്ക് സ്പോർട്സിൽ ഒരു ഹൈ പെർഫോമൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും.
ഇപ്പോൾ സ്കിൽ റിലേറ്റഡ് ഫിറ്റ്നസ് അവരുടെ പെർഫോമൻസിനെ മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്യുന്നത്, അവരുടെ കോൺഫിഡൻസ്, അക്യുറസി, കൺട്രോൾ ഓവർ മൂവ്മെൻറ്റ്സ് ഇതൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വളരെ എസെൻഷ്യലാണ് അവരുടെ സ്പോർട്സ് ലൈഫിലാണെങ്കിലും ഡെയിലി ലൈഫിലാണെങ്കിലും. അടുത്തതാണ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. പെർഫോമൻസ് റിലേറ്റഡ് ഫിറ്റ്നസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഇവിടെ നമുക്ക് എക്സലൻസ് ആവേണ്ടത്, അല്ലെങ്കിൽ നമ്മളിവിടെ എക്സലൻസ് അച്ചീവ് ചെയ്യേണ്ടത് കോമ്പറ്റേറ്റീവ് സ്പോർട്സിലും ഡിമാൻഡിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസിലുമാണ്. ഇത് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യലിലും സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങിലൂടെയാണ് നമുക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക. ഈ ഫിറ്റ്നസ്സിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും, സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ടാവും, പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവും ടു ഇംപ്രൂവ് സ്ട്രെങ്ത്, എൻഡുറൻസ്, സ്പീഡ് ആൻഡ് ടെക്നിക്കൽ സ്കിൽസ്. ഇത് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഡെഡിക്കേഷൻ വേണം, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി വേണം. പെർഫോമൻസ് റിലേറ്റഡ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊഫഷണൽ അത്ലീറ്റ്സിനാണ് ഹു ഹെയിം ടു റീച്ച് പീക്ക് പെർഫോമൻസ് ലെവൽസ്. ഇതിൽ റിക്കവറി, നമുക്ക് ഒരു ഇഞ്ചുറി പറ്റിയാൽ പെട്ടെന്ന് റിക്കവർ ആണുള്ള കണ്ടീഷൻ ആയിരിക്കണം, ന്യൂട്രീഷൻ വേണം, സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ വേണം. പെർഫോമൻസ് റിലേറ്റഡ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡിലും അതുപോലെ തന്നെ സ്കിൽ റിലേറ്റഡ് ഫിറ്റ്നസും രണ്ടിൻ്റെയും കൂടെ ഒരു ഹയർ സ്റ്റേജാണ്, ഒരു ഹയർ ലെവൽ ഓഫ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എക്സലൻസ് വേണം. ഇനി എന്താണ് ദ കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്? ഇപ്പോൾ കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ദ ഫണ്ടമെൻ്റൽ ക്വാളിറ്റീസ് ആൻഡ് എലമെൻറ്റ്സ് ദാറ്റ് ഡിറ്റർമൈൻ ആൻ ഇൻഡിവിജ്വൽസ് ഓവറോൾ ഫിറ്റ്നസ് ലെവൽ. അതായത് ഒരാൾക്ക് മൊത്തത്തിൽ ആകെ മൊത്തം എത്ര ഉണ്ട് ആ ഫിറ്റ്നസ് ലെവൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ക്വാളിറ്റീസ് ആൻഡ് എലമെൻറ്റ്സിനാണ് നമുക്ക് കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയാം. ഇപ്പോൾ ഈ കോമ്പണൻസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ഹെൽത്ത് റിലേറ്റഡ് കോമ്പണൻറ്റും അടുത്തത് സ്കിൽ റിലേറ്റഡ് കോമ്പണൻറ്റും ആണ്. ഹെൽത്ത് റിലേറ്റഡ് കോമ്പണൻസ്, അപ്പോൾ ഈ കോമ്പണൻസ് എന്ന് പറയുന്നത് ഹെൽത്തുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിരിക്കും, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റിയാണ്. ഫസ്റ്റ് വണ്ണാണ് കാർഡിയോ വാസ്കുലർ എൻഡുറൻസ്. കാർഡിയോ വാസ്കുലർ എൻഡുറൻസ്, കാർഡിയോ എന്നുള്ള വേർഡ് കേട്ടാൽ തന്നെ നോക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദി ഹാർട്ട്, ലങ്സ് ആൻഡ് ദ സർക്കുലേറ്ററി സിസ്റ്റം ടു സപ്ലൈ ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ദ വർക്കിംഗ് മസിൽസ് ഡ്യൂറിങ് പ്രൊലോങ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മുടെ ഹാർട്ടിനും ലങ്സിനും അതുപോലെ തന്നെ ആ സർക്കുലേറ്ററി സിസ്റ്റത്തിനാണ്. അവർക്കത് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ കാർഡിയോ വാസ്കുലർ എൻഡുറൻസ് എന്ന് പറയും. അപ്പോൾ ഒരു ഹൈ കാർഡിയോ വാസ്കുലർ എൻഡുറൻസ് ഉള്ള ഒരാൾക്ക് റണ്ണിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ് ഒക്കെ കുറേ നേരത്തേക്ക് തന്നെ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡിലേക്ക് തന്നെ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഫീലിംഗ് എക്സോസ്റ്റഡ്. ഈ കോമ്പണൻറ്റ് എന്താണ് വളരെ ക്രൂഷ്യലാണ് ഫോർ മെയിൻറ്റെയിനിങ് ഹാർട്ട് ഹെൽത്ത് ആൻഡ് ഇംപ്രൂവിങ് സ്റ്റാമിന. ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള എറോബിക് എക്സസൈസസ് ഒക്കെ ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനും ഹാർട്ട് ഡിസീസസ് പോലുള്ള റിസ്കുകൾ ഒഴിവാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അടുത്ത ഹെൽത്ത് റിലേറ്റഡ് കോമ്പണൻ്റ് ആണ് മസ്കുലാർ സ്ട്രെങ്ത്. മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദ മാക്സിമം എമൗണ്ട് ഓഫ് ഫോഴ്സ് ദറ്റ് എ മസിൽ ഓർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ക്യാൻ എക്സേർട്ട് ഇൻ എ സിംഗിൾ എഫേർട്ട്. ഒരു സിംഗിൾ എഫേർട്ടിൽ തന്നെ ഒരു മസിലിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനോ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സ്. ഇത് നമുക്ക് ലിഫ്റ്റിംഗ്, പുഷിങ്, പുള്ളിങ് പോലുള്ള ടാസ്കുകളൊക്കെ ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്ട്രോങ് മസിൽസ് ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യും, പോസ്ചർ ഇംപ്രൂവ് ചെയ്യും, റിസ്ക് ഓഫ് ഇഞ്ചുറീസ് കുറയ്ക്കും. ഇപ്പോൾ മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസസ് സച്ച് ആസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഓർ ബോഡി വെയ്റ്റ് എക്സസൈസസ്. അടുത്തതാണ് മസ്കുലാർ എൻഡുറൻസ്. മസ്കുലാർ എൻഡുറൻസ് വീണ്ടും മസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് ദ മസിൽസ് ടു പെർഫോം റിപ്പീറ്റഡ് കൺട്രാക്ഷൻസ് ഓർ സസ്റ്റെയിൻ എ കൺട്രാക്ഷൻ ഓവർ എ ലോങ് പീരീഡ് വിത്തൗട്ട് ഫറ്റീഗ്. ക്ഷീണമൊന്നുമില്ലാതെ ഒരു മസിലിന് ഒരു റിപ്പീറ്റഡ് കൺട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു കൺട്രാക്ഷനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കണ്ടിന്യൂസ് എഫേർട്ട് വേണം. ഇപ്പോൾ സൈക്ലിംഗ്, ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ആയി പുഷപ്സ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇതിലൂടെ നമുക്ക് സ്റ്റാമിനയും ഓവറോൾ എഫിഷ്യൻസിയും കൂട്ടാനായിട്ട് പറ്റും. അടുത്താണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് ദ ജോയിൻസ് ആൻഡ് മസിൽസ് ആണ് ടു മൂവ് ത്രൂ ദ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. It allows the body to move freely and efficiently without stiffness or comfort. നമുക്ക് കൈകാലുകളൊക്കെ പൂർണ്ണമായി നിവർത്തി അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ മൂവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അത് നമുക്ക് നമ്മുടെ ഏത് ബോഡി പാർട്സും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. അവിടെ ഒരു സ്റ്റിഫ്നെസ്സോ ഡിസ്കംഫർട്ടൊന്നും ഫീൽ ചെയ്യരുത്. അപ്പോൾ ഗുഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ പോസ്ചർ ഇംപ്രൂവ് ചെയ്യും, പെർഫോമൻസ് എൻഹാൻസ് ചെയ്യും, റിസ്ക് ഓഫ് ഇഞ്ചുറീസ് റെഡ്യൂസ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, മൊബിലിറ്റി ട്രെയിനിങ് ചെയ്യാം. അടുത്തതാണ് ബോഡി കോമ്പോസിഷൻ. ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഫാറ്റ് മാസ് ആൻഡ് ലീൻ മാസ്.
ലീൻ മാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മസിൽ, ബോൺസ് ആൻഡ് ടിഷ്യൂസ് ഇൻ ദ ബോഡി. ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷനെയാണ് ഫാറ്റ് മാസിൻ്റെയും ലീൻ മാസിൻ്റെയും ഒരു പ്രൊപ്പോർഷനെയാണ് ബോഡി കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ബോഡി കമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓവറോൾ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസീവ് ആയിട്ടുള്ള ബോഡി ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പല ഹെൽത്ത് പ്രോബ്ലംസും വരാം. പ്രോപ്പർ ഡയറ്റും റെഗുലർ എക്സസൈസുമാണ് നമുക്കൊരു ഐഡിയൽ ബോഡി കമ്പോസിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസിൻ്റെ കോമ്പണൻസ് ആണ് നമ്മൾ കണ്ടത്. കാർഡിയോവാസ്കുലർ എൻഡുറൻസ് ഉണ്ട്, മസ്കുലർ സ്ട്രെങ്ത്, മസ്കുലർ എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബോഡി കമ്പോസിഷൻ. ഇനി നമ്മൾ കാണുന്നത് സ്കിൽ റിലേറ്റഡ് കോമ്പണൻസ് ആണ്. അതായത് ഈ കോമ്പണൻസിൻ്റെ പ്രത്യേകത, ദേ ആർ എസെൻഷ്യൽ ഫോർ പെർഫോമിംഗ് സ്കിൽ മൂവ്മെൻറ്റ്സ് ആൻഡ് അച്ചീവിങ് സക്സസ് ഇൻ സ്പോർട്സ്. ആദ്യത്തേതാണ് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ടു പെർഫോം എ മൂവ്മെൻറ്റ് ഇൻ ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കുക. അത് സ്പ്രിൻറ്റിങ് എന്ന് ഒരു പ്രത്യേക പൊസിഷനിൽ വെച്ചിട്ട് റൺ ചെയ്യുന്നതിനാണ് സ്പ്രിൻറ്റിങ്. നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് ചെയ്ത് ഓടുന്നതിനാണ് സ്പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് പേസ്ഡ് സ്പോർട്സിനൊക്കെ സ്പീഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എജിലിറ്റി. എജിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു ചേഞ്ച് ഡയറക്ഷൻ ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വൈൽ മെയിൻറ്റെയിനിങ് ബാലൻസ് ആൻഡ് കൺട്രോൾ. പെട്ടെന്ന് തന്നെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഴിവ്. പക്ഷേ ആ സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം, കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് പല സ്പോർട്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ക്വിക്ക് മൂവ്മെൻറ്റ്സ് ആൻഡ് ഡയറക്ഷണൽ ചേഞ്ചസ് വേണ്ടതിന്. ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ ദ ബോഡീസ് പൊസിഷൻ വെദർ സ്റ്റേഷനറി ഓർ മൂവിങ്. നമ്മൾ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും മൂവ് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മുടെ ബോഡി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവിനെയാണ് ബാലൻസ് എന്ന് പറയുക. സ്റ്റെബിലിറ്റിക്കും വേരിയസ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനും ഈ ഒരു കൺട്രോൾ ആവശ്യമാണ്. അടുത്തത് കോർഡിനേഷൻ. ഇറ്റ് ഈസ് എബിലിറ്റി ടു യൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടുഗെദർ സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി. ബോഡിയിലെ പല പാർട്സിനെയും ഒരുമിച്ച് യൂസ് ചെയ്യാനുള്ള കഴിവ്, സ്മൂത്തായിട്ടും എഫക്റ്റീവായിട്ടും. കോംപ്ലക്സ് മൂവ്മെൻറ്റ്സ് ഒക്കെ അക്യുറേറ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു എക്സേർട്ട് മാക്സിമം ഫോഴ്സ് ഇൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം കമ്പൈനിങ് സ്ട്രെങ്ത് ആൻഡ് സ്പീഡ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ജിമ്മിങ് ആൻഡ് ത്രോവിങ്. പവർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഫോഴ്സ് ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ കൊടുക്കാനുള്ള കഴിവ്. അതിൽ സ്ട്രെങ്ത്തും വേണം, സ്പീഡും വേണം. ഇപ്പോൾ ജമ്പിങ്, ത്രോവിങ് ഒക്കെ പവർ വേണ്ട ആക്ടിവിറ്റീസ് ആണ്. റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റിമുലസ് നമുക്ക് കിട്ടുമ്പോൾ അതിനോട് നമ്മൾ എത്ര ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു സിഗ്നലിന് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മൂവിങ് ഒബ്ജക്റ്റ് ക്യാച്ച് ചെയ്യുക, ഇതൊക്കെ റിയാക്ഷൻ ടൈമാണ്. ഇനി ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം. സിസ്റ്റമാറ്റിക് ആൻഡ് റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ വേരിയസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസസ് അതിന് ഹെൽപ്ഫുൾ ആണ്. ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്, ദീസ് ആക്ടിവിറ്റീസ് ഷുഡ് ബി ബാലൻസ്ഡ് ആയിരിക്കണം. എല്ലാ കോമ്പണൻസ് ഓഫ് ഫിറ്റ്നസിനെയും ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കണം. ഇനി കാർഡിയോവാസ്കുലർ എൻഡുറൻസിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് റണ്ണിങ്, ജോഗിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ് ആൻഡ് ബ്രിസ്ക് വാക്കിംഗ്. ഇതെല്ലാം കാർഡിയോവാസ്കുലർ എൻഡുറൻസ് കൂട്ടും. ഇത് നമ്മുടെ ഹാർട്ട് ആൻഡ് ലങ്സിനെ സ്ട്രെങ്തൻ ചെയ്യും, സ്റ്റാമിന എൻഹാൻസ് ചെയ്യും. അടുത്തത് മസ്കുലർ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എക്സസൈസസ് ആയിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ്, പുഷപ്സ്, പുൾ-അപ്സ്, സ്ക്വാട്സ്, ലഞ്ചസ്, ഡെഡ് ലിഫ്റ്റ്സ് ഇതൊക്കെ ചെയ്യാം. ഈ ആക്ടിവിറ്റീസ് നമ്മുടെ മസിൽ മാസ് കൂട്ടും, സ്ട്രെങ്ത് കൂട്ടും. മസ്കുലർ എൻഡുറൻസിന് വേണ്ടി നമുക്ക് സിറ്റപ്സ്, പ്ലാങ്ക്സ്, സർക്യൂട്ട് ട്രെയിനിങ്, ലൈറ്റ് വെയ്റ്റ്, ഹൈ റെപ്പിറ്റേഷൻ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാം. ഇത് നമ്മുടെ മസിൽസിനെ നന്നായി പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്ടിവിറ്റീസ് ഫോർ ഫ്ലെക്സിബിലിറ്റിയിലാണ് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യാം, യോഗ ചെയ്യാം, മൊബിലിറ്റി ഡ്രിൽസ് ചെയ്യാം. ഈ ആക്ടിവിറ്റീസ് നമ്മുടെ ജോയിൻറ്റ് മൂവ്മെൻറ്റിനെയും സ്റ്റിഫ്നെസ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. ആക്ടിവിറ്റീസ് ഫോർ സ്പീഡ് ആൻഡ് എജിലിറ്റിയാണ് സ്പ്രിൻറ്റിംഗ്, ഷട്ടിൽ റൺ. അതുപോലെ തന്നെ ലാഡർ ഡ്രിൽസ്, കോൺ ഡ്രിൽസ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് സ്പീഡ് ആൻഡ് എജിലിറ്റി. ഈ ആക്ടിവിറ്റീസ് നമ്മുടെ ക്വിക്നെസ്സും കോർഡിനേഷനെയും ഇമ്പ്രൂവ് ചെയ്യും. ഇനി നമുക്ക് ബാലൻസിനും കോർഡിനേഷനും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ്, ജിംനാസ്റ്റിക്സ്, ഡാൻസ്, ബോൾ ഹാൻഡ്ലിംഗ് ഡ്രിൽസ് ഒക്കെ ചെയ്യാം. ഇത് നമ്മുടെ ബോഡി കൺട്രോളും സ്റ്റെബിലിറ്റിയും കൂട്ടും. ഇനി ഓവറോൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ചില ആക്ടിവിറ്റീസ് ചിലപ്പോൾ മൾട്ടിപ്പിൾ കോമ്പണൻസ് സൈമൾട്ടേനിയസ്ലി കൂട്ടും. ഇങ്ങനെയുള്ള ടീം സ്പോർട്സ് ലൈക്ക് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്, എയറോബിക്സ്, സൂംബ ആൻഡ് ഫങ്ഷണൽ ട്രെയിനിങ് ഒക്കെ അങ്ങനെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ഈ ആക്ടിവിറ്റീസ് എൻജോയബിൾ ആണ്. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ബെനിഫിറ്റ്സ് ഇതിൽ നിന്നും കിട്ടും. കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫാണ്. നമ്മുടെ ഹെൽത്ത്, എഫിഷ്യൻസി ആൻഡ് ഓവറോൾ വെൽബീങ്ങിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ഉണ്ട്, സ്കിൽ റിലേറ്റഡ് ഉണ്ട്, പെർഫോമൻസ് റിലേറ്റഡ് ഉണ്ട്. ഈ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കോമ്പണൻസ്, അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് മനസ്സിലാക്കുന്നതെല്ലാം ഇറ്റ്സ് വെരി എസെൻഷ്യൽ. ഒരു വെൽ ബാലൻസ്ഡ് ഫിറ്റ്നസ് പ്രോഗ്രാം അതിലെല്ലാ ടൈപ്സ് ഓഫ് എക്സസൈസസും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ്, പ്രിൻസിപ്പിൾസ്, ബെനിഫിറ്റ്സ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ആണ്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണെങ്കിലും ദേ ഹാവ് ഡിസ്റ്റൻറ്റ് മീനിങ്സ് ആൻഡ് പർപ്പസസ്. This has already been explained, so I'm not going to explain it
അഗെയിൻ. ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സസൈസ് ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്സസൈസിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സയൻറ്റിഫിക് ഗൈഡ് ലൈൻസ് ആണ് ദാറ്റ് ഹെൽപ്പ് ഇൻ പ്ലാനിങ് എഫക്റ്റീവ്, സേഫ് ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് എക്സസൈസ് പ്രോഗ്രാംസ്. നമ്മൾ ഒരു എക്സസൈസ് പ്രോഗ്രാം എഫക്റ്റീവും സേഫും ഗോൾ ഓറിയൻറ്റഡും ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സയൻറ്റിഫിക് ഗൈഡ് ലൈൻസ് ആണ്. ഈ പ്രിൻസിപ്പിൾസ് എന്ത് എൻഷുർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, ഇഞ്ചുറിക്കുള്ള സാധ്യതകൾ കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓവർലോഡ് പ്രിൻസിപ്പിൾ. ഓവർലോഡ് പ്രിൻസിപ്പിൾ പറയുന്നത് ബോഡി മസ്റ്റ് ബി സബ്ജക്റ്റഡ് ടു ഗ്രേറ്റർ സ്ട്രെസ് ദാൻ ഇറ്റ് ഈസ് നോർമലി accustomed to in order to improve fitness. അത് നമുക്ക് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം 10 പുഷപ്പ് നമുക്ക് നോർമലി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 5 പുഷപ്പ് എടുക്കാൻ പറ്റും. അതിലും കുറച്ചും കൂടെ സ്ട്രെസ്സ് നമ്മുടെ ബോഡിക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഓവർലോഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിലും കുറച്ച് അളവ് കൂട്ടി തന്നെ നമുക്ക് ബോഡിക്ക് കൊടുക്കണം. ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാം, ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം, ഫ്രീക്വൻസി ഓഫ് എക്സസൈസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ഈ ഓവർലോഡ് പ്രിൻസിപ്പിൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 10 പുഷപ്പ് ആണെങ്കിൽ അത് 20 പുഷപ്പ് ആക്കുക. 10 മിനിറ്റിലേക്ക് ചെയ്യുന്ന കാര്യം കുറച്ച് സമയം കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ചെയ്ത് 5 ദിവസം ചെയ്യാം. വിത്തൗട്ട് ഓവർലോഡ് ദ ബോഡി വിൽ നോട്ട് അഡാപ്റ്റ് ഓർ ഇംപ്രൂവ്. നമ്മൾ സെയിം എക്സസൈസ് സെയിം രീതിയിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ബോഡിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് പ്രോഗ്രഷൻ പ്രിൻസിപ്പിൾ. പ്രോഗ്രഷൻ പ്രിൻസിപ്പിൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്ക് ലോഡ് ഷുഡ് ബി ഗ്രാജുവൽ ആൻഡ് സിസ്റ്റമാറ്റിക്. അത് നമ്മൾ ഈ വർക്ക് ലോഡ് കൂട്ടണമെന്ന് പറഞ്ഞല്ലോ, അത് പെട്ടെന്നൊരു ദിവസം തോന്നിയ പോലെ ചെയ്യുന്ന ഒന്നാവരുത്. ഗ്രാജുവൽ ആയിരിക്കണം, മെല്ലെ മെല്ലെ ചെയ്യുന്നതായിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അങ്ങനെ സഡൻ ഇൻക്രീസ് ഇൻറ്റൻസിറ്റിയിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ ഇഞ്ചുറി വരാം, നമുക്ക് ക്ഷീണം വരാം. അപ്പോൾ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കണം, ലോങ് ടേം ഫിറ്റ്നസ് ഡെവലപ്മെൻറ്റ് തരുന്ന ഒന്നായിരിക്കണം. ഇനി അടുത്തതാണ് സ്പെസിഫിസിറ്റി പ്രിൻസിപ്പിൾ. ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഷുഡ് ബി സ്പെസിഫിക് ടു ദി ഡിസൈർഡ് ഔട്ട്കം. ഒരാൾക്ക് എന്താണ് അയാൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒന്നായിരിക്കണം ട്രെയിനിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റണ്ണിങ് എന്ന് പറയുന്നത് കാർഡിയോവസ്കുലർ എൻട്രൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് മസ്കുലർ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ഗോൾ എന്താണ്? അയാൾക്ക് കാർഡിയോവസ്കുലർ ആണെങ്കിൽ റണ്ണിങ് പോലത്തെ ആക്ടിവിറ്റീസ് കൊടുക്കാം. മസിൽ സ്ട്രെങ്ത് ആണ് നോക്കുന്നതെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് കൊടുക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ഗോളിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സസൈസസ് വേണം. അടുത്തതാണ് റെഗുലാരിറ്റി പ്രിൻസിപ്പിൾ. റെഗുലാരിറ്റി മീൻസ് എക്സസൈസ് ഷുഡ് ബി പെർഫോമഡ് കൺസിസ്റ്റൻ്റ്ലി ഓവർ ടൈം. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇറഗുലർ ഓർ ഒക്കേഷണൽ എക്സസൈസ് ഒരിക്കലും സിഗ്നിഫിക്കൻ്റോ അല്ലെങ്കിൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇപ്പോൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫിഫ്ത്ത് വൺ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ എല്ലാ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ദെയർ ഏജ്, ജെൻഡർ ആൻഡ് ഫിറ്റ്നസ് ലെവൽ ആൻഡ് ഹെൽത്ത് കണ്ടീഷൻ. അപ്പോൾ എക്സസൈസ് പ്രോഗ്രാംസും അവരുടെ ആവശ്യങ്ങളും ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് അബിലിറ്റീസ് അനുസരിച്ച് കസ്റ്റമൈസ് ആയിരിക്കണം. 6th വൺ, റെസ്റ്റ് ആൻഡ് റിക്കവറി പ്രിൻസിപ്പിൾ. റെസ്റ്റ് ആൻഡ് റിക്കവറി വളരെ എസെൻഷ്യലാണ് ഇപ്പോൾ മസിൽ റിപ്പയർ, ഗ്രോത്ത് ആൻഡ് ഓവറോൾ റിക്കവറി. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സസൈസ് വിത്തൗട്ട് പ്രോപ്പർ റെസ്റ്റ് പലപ്പോഴും ഓവർ ട്രെയിനിങ്ങിലേക്കും ഫറ്റീഗിലേക്കും ഇഞ്ചുറീസിലേക്കും ലീഡ് ചെയ്യാം. ഇനി എന്താണ് എക്സസൈസിൻ്റെ ബെനിഫിറ്റ്? ഇപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യും. ഫിസിക്കൽ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഹാർട്ട് ലങ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും, മസിൽ സ്ട്രെങ്ത് ആൻഡ് എൻഡുറൻസ് എൻഹാൻസ് ചെയ്യും, ഒരു ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഡയബറ്റീസ് ആൻഡ് ഒബീസിറ്റി, പോസ്ചർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യും. മെൻ്റൽ ബെനിഫിറ്റ്സ് അറിയാലോ, സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും ബൈ റിലീസിങ് ദ ഫീൽ ഗുഡ് ഹോർമോൺസ് ഓർ ദി ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ ദ എൻഡോർഫിൻസ്. പിന്നെ കോൺസെൻട്രേഷൻ, മെമ്മറി, കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ബെറ്റർ അക്കാദമിക് ആൻഡ് വർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റും. സോഷ്യൽ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലും സ്പോർട്സിലൂടെയും ഒക്കെ നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ, ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. അടുത്തതാണ് എക്സസൈസ് ആൻഡ് ഹാർട്ട് റേറ്റ് സോൺസ്. അപ്പോൾ ഹാർട്ട് റേറ്റ് സോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻറ്റൻസിറ്റി ഓഫ് എക്സസൈസ് ആൻഡ് എൻഷുർ എഫക്റ്റീവ് ട്രെയിനിങ്. അതായത് എന്താണ് ഒരു എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് മെഷർ ചെയ്തുകൊണ്ട് ഒരു ട്രെയിനിങ് എഫക്റ്റീവ് അല്ലേ എന്ന് നോക്കുന്നതിനെയാണ് ഹാർട്ട് റേറ്റ് സോൺസ് എന്ന് പറയും. അപ്പോൾ ദ മാക്സിമം ഹാർട്ട് റേറ്റ് MHR ഇസ് കോമൺലി എസ്റ്റിമേറ്റഡ് യൂസിങ് ദ ഫോർമുല. അപ്പോൾ ഒരാളുടെ MHR എന്ന് പറയുന്നത് 220 മൈനസ് ഏജ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് സോൺസ് ആണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻറ്റൻസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ റെസ്റ്റിംഗ് സോണിലാണെങ്കിൽ 50-60% ആണ്. ഈ സോൺ എന്ന് പറയുന്നത് വെരി ലൈറ്റ് ആക്ടിവിറ്റിയാണ്, ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ റിക്കവറി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബേസിക് ഫിറ്റ്നസ് ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഫാറ്റ് ബേണിംഗ് സോണിൽ 60-70% ആണ്. ഈ സോണിലാണ് ബോഡി യൂസസ് ഫാറ്റ് ആസ് എ സോഴ്സ് ഓഫ് എനർജി. വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഇംപ്രൂവിങ് എൻഡുറൻസിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അടുത്തത് എയറോബിക് സോൺ 70-80%. ഈ സോണിൽ നമ്മൾ കാർഡിയോവസ്കുലർ ഫിറ്റ്നസ്സും സ്റ്റാമിനയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെ എഫിഷ്യൻസി കൂടുന്നുണ്ട്. അനറോബിക് സോൺ എന്ന് പറയുന്നത് ഹൈ ഇൻറ്റൻസിറ്റി സോണാണ്. ഇവിടെ ബോഡി ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത്, സ്പീഡ്, പവറൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം സോൺ 90-100%. വെരി ഇൻറ്റൻസ് ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി പെർഫോംഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻസ് ബൈ ട്രെയിൻ ഇൻഡിവിജ്വൽസ്. ഈ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നത് എക്സസൈസ് സേഫായിട്ടും എഫക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി എയറോബിക് ആൻഡ് അനറോബിക് ആക്ടിവിറ്റീസ്. അപ്പോൾ എയറോബിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് റിക്വയർ ഓക്സിജൻ ഫോർ എനർജി പ്രൊഡക്ഷൻ ആൻഡ് ആർ പെർഫോംഡ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻസ് അറ്റ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി. എയറോബിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഇവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ വേണം. ഇത് കുറച്ചധികം സമയത്തേക്ക് ഒരു മോഡറേറ്റ് സ്പീഡിൽ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആണ് റണ്ണിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, ബ്രിസ്ക് വാക്കിംഗ്. ഓക്കെ, ഈ ആക്ടിവിറ്റി നമ്മുടെ കാർഡിയോവസ്കുലർ എൻഡുറൻസ് കൂട്ടും, ലങ് കപ്പാസിറ്റി കൂട്ടും, ഓവറോൾ സ്റ്റാമിന കൂട്ടും. അടുത്തതാണ് അനറോബിക് ആക്ടിവിറ്റീസ്. ഈ അനറോബിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഹൈ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്നതാണ്, ഷോർട്ട് ഡ്യൂറേഷനിലായിരിക്കും ചെയ്യുക, വിത്തൗട്ട് റിലൈങ് ഓൺ ഓക്സിജൻ. അതായത് നമുക്ക് ഓക്സിജൻ്റെ സഹായമില്ലാതെ ചെറിയൊരു സമയത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സിനെ നമുക്ക് അനറോബിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സ്പ്രിൻറ്റിങ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ജമ്പിങ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇതിലൂടെ നമുക്ക് മസ്കുലർ സ്ട്രെങ്ത്, പവർ ആൻഡ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാം. അടുത്ത തന്നെ ലെയ്ഷർ പ്ലേ ആൻഡ് റീക്രിയേഷൻ. ലെയ്ഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ടൈമാണ്. ദാറ്റ്സ് അവൈലബിൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വർക്ക് ഓർ ഡെയിലി റെസ്പോൺസിബിലിറ്റി. നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വർക്ക് ആയിക്കോട്ടെ, ഡെയിലി റെസ്പോൺസിബിലിറ്റീസ് ആവട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള ഫ്രീ ടൈമിനെയാണ് നമ്മൾ ലെയ്ഷർ എന്ന് പറയുക. ഇവിടെ നമുക്ക് റിലാക്സേഷനും പേഴ്സണൽ എൻജോയ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ടൈമാണ്. പ്ലേ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, സ്പോണ്ടേനിയസ് ആൻഡ് എൻജോയബിൾ ആക്ടിവിറ്റിയാണ്. ഇത് പ്രത്യേകിച്ച് സ്ട്രിക്റ്റ് റൂൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ പെർഫോം ചെയ്യുന്നതാണ്. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. ഇവിടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ എൻകറേജ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് റീക്രിയേഷൻ. റീക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഡ്യൂറിങ് ദ ലെഷർ ടൈം ഫോർ റിലാക്സേഷൻ, എൻജോയ്മെൻറ്റ് ആൻഡ് റിഫ്രഷ്മെൻറ്റ്. നമ്മൾ ഈ ഫ്രീ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനാണ് റീക്രിയേഷൻ എന്ന് പറയാം. ചിലപ്പോൾ റീഡിങ് ആവാം, ട്രാവലിംഗ് ആയിരിക്കാം, ഡാൻസിങ്, ഗെയിം, സ്പോർട്സ്, നൈറ്റിംഗ്, ഏത് ഹോബി നമ്മൾ ചെയ്യുന്നത് റീക്രിയേഷനിലാണ്. സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും, മൂഡ് എൻഹാൻസ്മെൻറ്റ് ഉണ്ടാവും, ഓവറോൾ വെൽബീങ് എൻഹാൻസ് ചെയ്യും. അടുത്ത ടോപ്പിക്കാണ് വാമപ്പ് ആൻഡ് കൂൾ ഡൗൺ. വാമപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? നമ്മളൊരു എക്സസൈസിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഫേസ്, അതിനാണ് പ്രിപ്പറേറ്ററി ഫേസിനാണ് വാമപ്പ് എന്ന് പറയുക. നമ്മുടെ ബോഡിയെ നമ്മൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു, മസിൽസിലേക്ക് ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നു, ഫ്ലെക്സിബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു. വാമപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇഞ്ചുറീസ്, റിസ്ക് ഓഫ് ഇഞ്ചുറീസ് കുറയുന്നു, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ലൈറ്റ് ജോഗിങ്, സ്ട്രെച്ചിങ് ആൻഡ് മൊബിലിറ്റി എക്സസൈസസ്. കൂൾ ഡൗൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ എക്സസൈസ് ചെയ്യുന്നതാണ്. ഗ്രാജുവലി റിട്ടേൺ ദ ബോഡി ടു ഇറ്റ്സ് നോർമൽ സ്റ്റേറ്റ്. നോർമൽ സ്റ്റേറ്റിലേക്ക് ബോഡിയെ തിരിച്ചു കൊണ്ടുവരാം. ഇതിലൂടെ നമുക്ക് മസിൽ സോർനെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഡിസിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, റിക്കവറി എയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാർട്ട് റേറ്റിനെയും ബ്രീത്തിങ്ങിനെയും നോർമലൈസ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സ്ലോ വാക്കിംഗ്, സ്ട്രെച്ചിങ് ആൻഡ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ്.